സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോഴേ നമ്മൾ ഒമാനിലെ സ്വിച്ച് ബോക്സുകളുണ്ടല്ലോ, നമ്മൾ സ്വിച്ച് ബോക്സുകളും സോക്കറ്റൊക്കെ. സ്വിച്ച് ബോക്സുകൾ നമുക്ക് 3x3 മെറ്റൽ സ്റ്റീൽ ബോക്സ്, അതുപോലെ അൽഫിനാർ കമ്പനിയുടെ നമ്മൾ സൗദിയിലെ അൽഫിനാർ കമ്പനി അടിപൊളി സാധനമാണ്. നോക്കൗട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് വെറുതെ കൈ കൊണ്ട് ടച്ച് ചെയ്താൽ മതി, നോക്കൗട്ട് ഓപ്പണാവും. അത്രയും സൂപ്പറാണ്, സോഫ്റ്റാണ്, ഓപ്പൺ ചെയ്യാനൊക്കെ നല്ല സിമ്പിളാണ്. ഓക്കെ, അൽഫിനാർ കമ്പനിയുടെ സൗദിയിൽ നല്ല ബോക്സാണ്, ക്വാളിറ്റിയുള്ള. അതുപോലെ തന്നെ നമുക്ക് 6x3 അൽഫിനാർ തന്നെ കമ്പനി. കൂടുതലും ഇവിടെ അൽഫിനാറിനെ ഉപയോഗിക്കുന്നത്. നോക്കൗട്ടൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ആര് വേണമെങ്കിലും ഇതും ബലമൊന്നും പ്രയോഗിക്കണ്ട. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഇതിൻ്റെ ഈ ബോക്സിന് ഹോൾസ് കണ്ടില്ലേ നിങ്ങൾ, ഹോളുകളൊക്കെ ഉണ്ട് സൈഡിലൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് സിമെൻറ്റ് വയ്ക്കുമ്പോൾ, ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചുതരാം, വയ്ക്കുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് സിമെൻറ്റ് ഒക്കെ ഇറങ്ങും. സിമെൻറ്റ് ഇറങ്ങിയ ബോക്സൊക്കെ വൃത്തികേടോ, അത് പിന്നീട് നമ്മൾ ക്ലീൻ ചെയ്യാൻ നിൽക്കണം. അതൊരു ഭംഗിയും പിന്നെ അതിൻ്റെ ഉള്ളിൽ ഗ്രേവിയൊക്കെ പോകുമ്പോൾ നമ്മൾ കറണ്ട് ഇതുകളൊക്കെ ബാധിക്കും പിന്നീട്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഇതുപോലെ മാസ്കിൻ ടേപ്പ് അടിക്കും. മാസ്കിൻ ടേപ്പ് ഇതുപോലെ അടിച്ചു കൊടുക്കും. മാസ്കിൻ ടേപ്പ് അടിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ വയ്ക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല, നല്ല വൃത്തിയിൽ ബോക്സ് ഇരിക്കുന്നത് കാണാൻ നല്ല വൃത്തി ഉണ്ടാവും. നിങ്ങളിതുപോലെ അറിയാനൊക്കെ ഒമാനിലുള്ള അഡ്ജസ്റ്റ്മാർ ചെയ്യാറുണ്ടെന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ. അതുപോലെ തന്നെ അപ്പോഴേ വേണ്ട, അപ്പോൾ നമ്മൾ മാസ്കിൻ ടേപ്പ് അടിക്കുമെന്ന് പറഞ്ഞില്ലേ, സ്റ്റീൽ ബോക്സിൻ്റെ മാസ്കിൻ ടേപ്പ് അടിക്കുമെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ മാസ്കിൻ ടേപ്പ് അടിച്ച് നമ്മൾ ബോക്സ് സെറ്റ് ചെയ്തതാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ, എന്തൊരു വൃത്തിയാണെന്ന് നോക്കിയാൽ, നല്ല വൃത്തി ഉണ്ടാവും, ഒരു കച്ചറി ഉണ്ടാവില്ല, നീറ്റായിരിക്കും. അതാണ് അതിൻ്റെ ഗുണം. അതുപോലെ ഇപ്പോൾ നിങ്ങൾ മാസ്കിൻ ടേപ്പ് അടിച്ചില്ലെങ്കിൽ ആ ഹോളിൽ കൂടെ അതിൻ്റെ ഗ്രേവി അങ്ങോട്ട് ഇറങ്ങും. സിമെൻറ്റ് എന്തായാലും വെള്ളം ഉണ്ടാവില്ല, അതിലിറങ്ങി ചിലപ്പോൾ കൂടുതലിറങ്ങും. അങ്ങനെ ഒരു വൃത്തിയോടായിരിക്കും. പിന്നെ നമ്മൾ കുത്തിക്കളയാൻ നിൽക്കണം, നമ്മൾ ടൈമും വേസ്റ്റ്. നമ്മൾ നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അല്ല ഇങ്ങനെയുണ്ട്. അപ്പോൾ നമ്മുടെ ഇതുപോലത്തെ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിങ്ങിൻ്റെ വീഡിയോസ് എല്ലാ ദിവസവും ചെറിയ ഷോർട്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. കൂടാതെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്യുക.